ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങളൊരു സ്മോൾ ട്രിപ്പ് പോവാണ്, പിള്ളേർക്ക് ലീവ് കിട്ടിയത്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനെ ആ സൈറ്റിലൊക്കെ ചെന്നപ്പോഴത്തേനെ വണ്ടി ഫുള്ളായിട്ടോ. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വണ്ടി വാഷ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് അതേ സിറ്റി തന്നെ ഇട്ട് വണ്ടി വാഷ് ചെയ്യണം. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇച്ചായൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ഈ പുള്ളി. അപ്പോൾ ഇവർ ഫ്രണ്ട്സും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് പോയത്. അങ്ങനെ ഞങ്ങൾ എത്തുന്നത് റോക്ക് ഗാർഡൻ, ഉത്സവ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മുണ്ടുകോട് എന്ന പ്ലേസിലേക്കാണ് പോയത്. അപ്പോൾ മുണ്ടുകോട് നിന്ന് ഒരു ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജസ് ഒക്കെ ഉണ്ട്. ഫുള്ള് റോക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ് സംഭവം കേട്ടോ. ദൊഡ്ഡവരിക്കെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയവർക്ക് 250 രൂപയും ചെറിയ പിള്ളേർക്ക് 3 മുതൽ 12 വയസ്സുള്ള പിള്ളേർക്ക് 100 രൂപയാണ് ചാർജസ്. അപ്പോൾ ഉത്സവ റോക്ക് ഗാർഡൻ ഇതാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്നത് മഴക്കാലത്തായതുകൊണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് എൻട്രി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ അകം എന്താണെന്നുള്ള കാണാനുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴേ കാണുന്ന നല്ലൊരു വ്യൂ ആണ്. ഇങ്ങനെ കുളത്തിൻ്റെ അകത്ത് ശിവലിംഗം കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറേ 2 പേരിങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം റോക്കും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ചായ മീശയെല്ലാം പിരിക്കുന്ന പള്ളിയുടെ നമസ്തേക്ക് കൊടുത്തപ്പോൾ മകനും കൂടെ ചെന്നിട്ട് നമസ്തേ കൊടുക്കുന്നു. മോൾ ഈ മാല കണ്ടപ്പോൾ അതേ പിടിക്കുന്നു, അതെല്ലാം തൊട്ട് നോക്കുന്നു. അപ്പോൾ ഇതിനെ തൊട്ടപ്പോൾ ഈ ബൊമ്മേനെ തൊട്ടപ്പോൾ അവൾക്കും തൊടണം. അങ്ങനെ നമസ്കരിക്കുന്നു. മീശ തൊടാൻ എത്തുന്നില്ല. എത്തി വരെ ഞാൻ എന്തായാലും മീശയും പിടിച്ച അപ്പൂപ്പൻ്റെ. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇതൊരു കുസ്തിക്കളിയുടെ ഒരിതാണ് കേട്ടോ. ഇത് കേരളത്തിലുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കർണാടകയിൽ ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് നേരത്തെ കാലങ്ങളിൽ ഇങ്ങനെ ഒരു കുസ്തി. പക്ഷേ ഈ കണ്ടോ കുസ്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെന്താ മലയാളത്തിൽ പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇവിടെ ആൾക്കാരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് റോക്കും കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൂരെ നിന്ന് കാണുവാണെങ്കിൽ ഇതൊരു ഒറിജിനാലിറ്റി ഫീലാണ്. ഇതിൻ്റെ അകത്ത് ഈ ഗാർഡൻ്റെ അകത്ത് മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ ഫുൾ കർണാടകയുടെ ചരിത്രമാണ് ഇതിൻ്റെ അകത്ത് വിവരിച്ചേക്കുന്നത്. ഓരോരോ സിറ്റിയിലെ പിന്നെ ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്ത് നോർത്ത് സൈഡിലെ ആൾക്കാരുടെ രീതികളും അവിടുത്തെ കൾച്ചറുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ പിറമിഡ്സിനൊക്കെ ആക്കിയേക്കുന്നത്. ഇതൊക്കെ കളിച്ചവരൊക്കെ കാണും ഇതൊക്കെ പരിപാടികൾ. അതേ രീതി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കളിക്കുന്ന കളികളാണ് ഈ സ്കിപ്പിങ്ങും ഈ ഓടിച്ചാടി കളികളൊക്കെ. ഇതൊക്കെ കുട്ടിക്കാലങ്ങളിൽ എല്ലാവരും കളിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വരുമ്പോൾ കബഡി, എൻ്റെ മോൻ ഇത് കാണുമ്പോൾ അവിടെ കബഡി പറഞ്ഞുകൊണ്ടൊക്കെ പോവാണ്. ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. ഇതൊരു ഗോലി വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. ഗോലി സോള എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഗോലി വെച്ചിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ ഇത് കളിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതും കളിച്ചവർ കമൻറ്റ് ചെയ്യണേ, ചെറിയ പ്രായങ്ങളിൽ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതായത് എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും വീഡിയോ എടുക്കാൻ പോയില്ല. പിന്നെ ഭയങ്കര മയങ്ങട വന്നു, അതുകൊണ്ട് കുറച്ചേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് ചെന്ന് കഴിയുമ്പം നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഈ കഴിക്കുന്ന അരി ഉണ്ടല്ലോ, ഈ അരി ഉണ്ടാക്കുന്ന രീതികളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെല്ല് കൊയ്ത് കൊണ്ടുവന്നിട്ട് കറ്റ എന്നൊക്കെ പറയത്തില്ലേ, ഈ കറ്റയൊക്കെ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്തിട്ടിട്ട് ഇതിപ്പം പേറ്റി എടുക്കുന്ന ലാസ്റ്റ് ഭാഗമാണ്. നെല്ലിനെ എല്ലാം എടുത്തിങ്ങനെ അരിച്ച് പേറ്റി കല്ലും നെല്ലും മാറ്റുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. എങ്ങനെയാണത് അവരോട് പോയി തൊട്ടൊക്കെ നോക്കുവാണ്. മോൻ ഇതെല്ലാം വലിച്ചു നോക്കുവാണ് പറ്റുന്നുണ്ടോയെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കാണിച്ചു അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ അമ്മച്ചിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട ഇതിൻ്റെ അകത്ത് കളിക്കാമെന്ന്. അങ്ങനെ ഞാൻ പോയി അമ്മച്ചിയുടെ അടുത്ത് ഇവർ കളിക്കട്ടെ എന്നോർത്ത് പോയി ഇരുന്നപ്പോൾ അമ്മച്ചിയോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചിരുന്നപ്പോൾ എൻ്റെ മോൻ കണ്ടോ അപ്പോൾ അന്ന് അമ്മച്ചി നിങ്ങളുടെ 2 പേരുടെ ഒരു സെൽഫി എടുത്തോന്നും പറഞ്ഞിട്ട് ഫോൺ കൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്. അങ്ങനെ അമ്മച്ചി പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ കൊച്ചുമോളെ നീ പിടിച്ചോന്നും പറഞ്ഞ് കൊച്ചുമോളുടെ കയ്യിൽ കൊടുത്ത് അമ്മച്ചിയുടെ കയ്യിൽ ഒന്നും കൂടെ കൊടുത്ത് നോക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നെല്ല് എങ്ങനെയാണ് നെല്ലിനെ കറ്റേന്ന് മാറ്റുന്നത്, ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ കാലികളെ ഇങ്ങനെ കെട്ടി തൂണിൽ കെട്ടി ഒരു മനുഷ്യനിങ്ങനെ പുറകിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന് ഈ നെല്ലിനെ ഈ കറ്റേനെ ഫുൾ ചവിട്ടി കഴിയുമ്പോൾ ഇത് നെല്ലും കറ്റയും മാറും. ആ മാറുന്നതിനെ വടിച്ച് മാറ്റി ഒരു സൈഡിലേക്ക് ഇട്ടിട്ടാണുള്ളതാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. ഇവിടെ ആൾക്കാർ മീറ്റിംഗ് കൂടുവാണ്. ഇവിടെ എല്ലാ വീടുകളിലും ഒരു പട്ടി കാണും ഇങ്ങനെ കറ്റയൊക്കെ ഉള്ളവരുടെ വീട്ടിലോ അല്ലാതെയൊക്കെ. ഇതാണ് കണ്ടം പൂട്ടുന്നതൊക്കെ കണ്ടമെല്ലാം പൂട്ടി കാലികളെ കൊണ്ടുവരുവാണ്. നമ്മളിവിടെ പറയും എത്തിനഗാടി എന്നൊക്കെ പറയും. എത്തിനഗാടി എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ കാളകളെ അതിൻ്റെ അകത്ത് കട്ടി വലിച്ച് കൊണ്ടുവരുവാണ്. നിങ്ങൾ കണ്ടെല്ലാം പൂട്ടിയിട്ട് വരുന്ന ഭാഗമാണ്.
അപ്പോൾ ഈ നമുക്ക് ഇതുങ്ങളുടെ അടുത്ത് പോയി ഒറിജിനലിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പേടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കണമല്ലോ എന്ന് ഓർത്തേണ്ടത് ആ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. പക്ഷേ ഈ ആക്കിയേക്കുന്ന റോക്കും കൊണ്ട് ആക്കിയെങ്കിലും പോലും ഇതിന് ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കൊമ്പടക്കം, ആ ഡിസൈൻ അടക്കം, ഇവിടെ ഈ നാടുകളിൽ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് എൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കുറേ ആടുകൾ, കന്നാലികൾ, കാലികളൊക്കെ ഉള്ളവർ ഇതിനെല്ലാം മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ഇങ്ങനെ തോട്ടത്തിലേക്ക്, ഒരു പറമ്പിലേക്ക് അടിച്ചുകൊണ്ട് പോവാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും പിള്ളേരും എല്ലാവരും കൂടെ കൂടിയാണ് പോകുന്നത്. അതേ രീതി അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കണ്ടം പൂട്ടിയിട്ട് വരുന്ന പോത്തുകളൊക്കെ ഒളിപ്പിക്കുകയാണ്. അതേ രീതി അമ്മമാർ തുണിയെല്ലാം വാഷ് ചെയ്ത് എല്ലാം ഡ്രസ്സെല്ലാം ഫുൾ വാഷ് ചെയ്തെടുക്കുന്നതൊക്കെ ഭാഗങ്ങളാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഒരു വില്ലേജ് ഏരിയയിലെ സംഭവങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയാം. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് പണ്ട് കാലത്ത് വെള്ളം നമ്മൾ കിണറിൽ നിന്ന് കോരാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. നമ്മൾ ഈ കിണറ്റിലേക്ക് വലിയ ബക്കറ്റോ വലിയ എന്തെങ്കിലും ഇട്ടിട്ട് ഈ കന്നാലികളാണ് ഇതിനെ വലിക്കുന്നത്. ഇതിനെ വലിച്ച് ഈ വെള്ളത്തിനെ വലിച്ച് പൊക്കി വെച്ച് തുണി അലക്കാനും കുളിക്കാനും അതേ രീതി തോട്ടങ്ങൾ നനയ്ക്കാനും ഒക്കെ വെള്ളം ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുന്നതാണിത്. മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ മാർക്കറ്റില്ല കേട്ടോ. ഇത് ഈ നോർത്ത് സൈഡിലേക്കാണ് കൂടുതലും ഉള്ളത്. ഇത് ഗദഗ് സൈഡ്, ആ ഭാഗങ്ങൾ, ഹുബ്ലി, ആ ഭാഗങ്ങളിലെല്ലാം ചെന്നാൽ നമുക്ക് ഇങ്ങനത്തെ മാർക്കറ്റ് കാണാം. ഇതെന്ന് വെച്ചാൽ ചന്ത ദിവസം എന്ന് പറയും. ഇവിടെ മാർക്കറ്റ്, ഇവിടെ ഞങ്ങളുടെ അവിടെ വെജിറ്റബിൾ മാർക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാം മിക്സ്ഡ് ആണ്. ഇവിടെ കാലികളെ കൊണ്ടുവരും, പശുക്കളുണ്ടാകും, പച്ചക്കറികളുണ്ടാകും, ഫ്രൂട്ട്സ് ഉണ്ടാകും, കോഴി ഉണ്ടാകും, ആടുണ്ടാകും, പോത്തുണ്ടാകും, കാളയുണ്ടാകും. ഇത് എല്ലാത്തിനെയും ഈ ചന്ത ദിവസം ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യും. ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് വില വാങ്ങി, വില ഇതാക്കി പേശി നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇത് കണ്ടില്ലേ, ഈ കടലേക്ക് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി ഫീലാണ് കേട്ടോ. അത്ര ഭംഗിക്കാണ് ഇതിനെ ആൾക്കാർ ആരാണെങ്കിലും ഇതിൽ ചെയ്തിട്ടുള്ളെങ്കിലും ആ ഒരു ഭയങ്കര ദൂരെ നിന്ന് കാണുമ്പോൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് സത്യമായിട്ട് ഇത് ഒറിജിനലാണെന്ന് തോന്നിപ്പോയി. അത്ര ഭംഗിക്കാണ് ഓരോന്ന് ആക്കിയേക്കുന്നത്. കണ്ടോ, ഫ്രൂട്ട്സൊക്കെ ഇവിടെ ലൈക്ക് വിൽക്കുന്നു. എല്ലാം ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ അകത്ത്. നമുക്ക് ഒന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് A to Z സാധനങ്ങൾ കിട്ടും. നമുക്ക് വെജിറ്റബിൾസ് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് മാത്രമല്ല, ഇതൊരു ഉത്സവത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇത് എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, നേരത്തെ ഉള്ളവർ, പഴയ കാലത്തിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണതാ. ഇവിടെ ഫിഷൊക്കെ കണ്ടില്ലേ, ആ ഫിഷ് മാർക്കറ്റും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫിഷ് മാർക്കറ്റിങ്ങും. അവിടെ കണ്ടോ തേങ്ങയൊക്കെ വിൽക്കുന്ന കണ്ടില്ലേ. അതേ രീതി ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആടുകളുടെ മാർക്കറ്റും കൂടെയാണെന്ന്. ആടുകളെ കണ്ടോ, ഇവിടെ കൊണ്ടുവന്നിട്ട് ആടുകളെയൊക്കെ വിൽക്കാനായിട്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. ഇത് ഒറിജിനലായിട്ട് ഇപ്പോഴും നടക്കുന്ന സംഭവമാണ് ഈ നോർത്ത് സൈഡിൽ, അല്ലാതെ നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കല്ല. നോർത്ത് സൈഡിൽ ഇത് ഒറിജിനൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്കറ്റുണ്ട്. ഒരു ദിവസം ഇപ്പോൾ ഫ്രൈഡേ ആയിരിക്കാം, നമ്മുടെ ഇവിടെ ഫ്രൈഡേ ആണ്, വേറെ ദിവസങ്ങളിലായിരിക്കും. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഈ കാലിൻ്റെ അടിയിൽ, ഈ ഹോർസിൻ്റെ ഒക്കെ അടിയിൽ ഇങ്ങനെ എന്തോ അടിച്ച് കയറ്റത്തില്ലേ, അതാന്ന് തോന്നുന്നു. പിന്നെ ഈ ബാംബൂസൊക്കെ ഞാൻ വിചാരിച്ചു ലൈക്ക് ഒറിജിനൽ ആയിരിക്കുന്നു. പക്ഷേ ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അതൊക്കെ ആക്കിയതാണ്. പക്ഷേ ഈ ബാംബൂസൊക്കെ ഒറിജിനലാണ്. ഈ സ്ഥലത്ത് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ അകത്താണ് ഇതാക്കിയേക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ നാട് ചുറ്റി വരുമ്പോഴത്തേനെ എനിക്ക് കാടാണ് കിട്ടുന്നത്. കാടിലുള്ള സകലമാന പ്രാണികളെ നമുക്ക് ഈ ഒരു റോക്ക് ഗാർഡനിൽ വന്നാൽ കാണാം ഫ്രണ്ട്സ്. ഒറിജിനൽ അല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കില്ല ഇനി ഒറിജിനൽ ആയിരിക്കുന്നു. ഒറിജിനൽ അല്ല, ഇതെല്ലാം റോക്കും കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ കാണുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും. എന്നാന്ന് വെച്ചാൽ അത്ര നാച്ചുറാലിറ്റിയാണ് ഇതിൻ്റെ അകത്ത് വരുത്തിയേക്കുന്നത്. ഒരു മാക്സിമം എഫേർട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഭയങ്കര മനോഹരമാണ് കാണാൻ. ഞാൻ അതുകൊണ്ട് ഫ്രണ്ട്സിനോട് പറയുന്നത്, നിങ്ങൾ ഈ ലൈക്ക് ഇതിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഉത്സവ റോക്ക് ഗാർഡൻ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും സംഭവം. അത്ര ഭംഗിയാണ് ഇത് കാണാൻ. എനിക്ക് പിന്നെ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റില്ല. അന്നേരത്തേന് ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോൾ തന്നെ ഭയങ്കര മഴയായി. പിന്നെ എൻ്റെ വോയിസ് എല്ലാം അടഞ്ഞിരിക്കുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര പനിയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഭയങ്കര പനിയാണ്. ഇവിടെ നിന്ന് പോകുമ്പോഴേ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒത്തിരി സ്ഥലങ്ങളൊന്നും കറങ്ങാനും പറ്റില്ല. ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു. അങ്ങനെ എല്ലാ മൃഗങ്ങളെയും ഞാനിങ്ങനെ നോക്കി ഞാൻ മടുത്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് വന്നെത്തുന്നത് നമ്മുടെ ആനക്കുട്ടിയുടെ അടുത്താണ്. ആനയുണ്ട്, അതിൻ്റെ കുഞ്ഞുമുണ്ട്. 2 പേരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ മക്കൾ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഷോക്ക്ഡാണ്. ഇത്രയും അടിപൊളിയാണെന്ന്. അവിടെ വേറെ എന്തോ അവൾ കണ്ടതാണ് ഈ കാണിച്ചത്. അങ്ങനെ ഞാൻ കാട് ചുറ്റി
ചന്ത ചുറ്റി അങ്ങനെ നേരെ ഞാനൊരു വില്ലേജിലേക്ക് കയറുവാണ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കണ്ടേ നമുക്ക്. സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതെന്താന്ന് എന്നോട് ചോദിക്കല്ല കേട്ടോ, ഇതെന്താന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ്. ഇത് എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബെഡ് പണ്ടത്തെ കാലത്തെ ബെഡാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല, പണ്ടുള്ളവർക്ക് അറിയാമായിരിക്കും. പഞ്ഞിയും കൊണ്ട് ബെഡ് ഉണ്ടാക്കുന്നത് അതാണ്. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു അമ്പലം കിട്ടി. ഇതെന്ന് വെച്ചാൽ വില്ലേജിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ്. ഇതൊരു കളിയാണ് കേട്ടോ. ഇത് ഒരു ഗെയിം, കളർ ഗെയിം, ഇങ്ങനെ എന്തോ സംഭവമാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇവരെന്താ വെയിറ്റ് ചെയ്യുന്നതെന്നോ, ഇപ്പം നമുക്ക് ഒത്തിരി സലൂൺസ് ഉണ്ടല്ലേ, ഒരുപാട് ഏത് മോഡൽ വേണം, ഏത് സ്റ്റൈലിൽ വെട്ടുന്ന ആൾക്കാർ വേണമെങ്കിലുണ്ട്. പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ല, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കാർപ്പൻ്റർ എന്തൊക്കെയോ ചെയ്യുന്നു. ഇവിടെ കുറച്ച് പേര് അമ്പലത്തിലേക്കുള്ള പൂമാലയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോൾ ഞാൻ വരുന്ന ഇവിടുന്ന് നമുക്ക് കത്തിയൊക്കെ വേണമെങ്കിലേ ഇങ്ങനെ കൊല്ലൻ്റെ ആലയിൽ തന്നെ പോകണമല്ലേ. അപ്പോൾ കൊല്ലൻ്റെ ആലയാണ് സംഭവം. ഇത് കണ്ടോ, എനിക്ക് ഷോക്കായതാണ്. ഇത് ഒറിജിനൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ആ ആക്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. പിന്നെ അതേ രീതി നമ്മളവിടുന്ന് പാസ് ചെയ്ത് വരുമ്പോഴേ എല്ലായിടത്തും ആ പ്ലേസിനനുസരിച്ചുള്ളൊരു പാട്ടും കൂടെ, ഈ ജനപദ ഗീത എന്നൊക്കെ നമ്മളിവിടെ കർണാടകയിൽ വരും. ആ പണ്ടത്തെ കാലത്തെ പാട്ട് കാര്യങ്ങളൊക്കെ സംഭവങ്ങൾ അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതൊരു വീടാണ്. വീട്ടിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. മണ്ണിൻ്റെ കുടം മുതൽ നമ്മുടെ മൺചട്ടി മുതൽ സകലതും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ക്ലിനിക്കും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ ആയുർവേദമൊക്കെ സംഭവമായിട്ടാണ് ഇങ്ങനെ നടക്കുമല്ലേ. ഇപ്പം ഇത് കണ്ട, പണ്ടൊക്കെ ഈ നാട്യവൈദ്യമായിരുന്നു ഫേമസ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുമ്പോൾ നമുക്കിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പം ഏത് മെത്തഡ് സ്റ്റിച്ചിങ് വേണമെങ്കിലും ഉണ്ട്. പണ്ട് റെഡിയാക്കുന്നതേ ഉള്ളൂ ഡ്രസ്സ്. ഒരു അമ്മൂമ്മ നിന്ന് ഡ്രസ്സിനെ റെഡിയാക്കുകയാണ്, തയ്യലിൻ്റെ റെഡിയാക്കുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, നമുക്ക് മെഷീനിലൊക്കെയാണ് റെഡിയാവുന്നത്. പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പല നാടുകളിലും ഈ രീതിയിൽ തന്നെ എണ്ണ ആട്ടിയെടുക്കുന്ന പല നാടുകളും ഉണ്ട്, വെളിച്ചെണ്ണകൾ ആട്ടിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വില്ലേജിൻ്റെ ഉള്ളിലല്ലേ, ഒരു സ്കൂളും ആവശ്യമല്ലേ, പിള്ളേരെ പഠിപ്പിക്കണമല്ലോ. അങ്ങനെ ഒരു അധ്യാപകൻ നിന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ശില്പികളുടെ കലകളാണ്. നമ്മളിവിടെ ശില്പികൾ എന്ന് പറയും, മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അവർ കല്ലുകളെല്ലാം കെത്തി വെച്ചിരിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ ഡ്രസ്സെല്ലാം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് പൈസ എല്ലാം വാങ്ങുന്നു. അവൻ്റെ മോനാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കമ്പിളിപ്പതപ്പ് കേൾക്കുന്നുണ്ടോ? കമ്പിളിപ്പതപ്പ് കേൾക്കുന്നില്ല. കമ്പിളി ഉണ്ടാക്കുന്ന ആടും കുഞ്ഞുങ്ങളെല്ലാം നിർത്തിയേക്കുവാണ്. ഞാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് കയറുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരാളുടെ തൊഴുത്തിലേക്കാണ് വന്ന് കയറുന്നത്. വന്ന് കയറുമ്പോൾ പോത്തുകൾ അടുത്തുള്ള പോത്തായിരുന്നെങ്കിൽ, ജീവനുള്ള പോത്തായിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ അടുത്ത് പോലും പോകത്തില്ലായിരുന്നു. ഇത് ജീവനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ പരിഷ്കരിച്ച് നോക്കുന്നതും തൊടുന്നതും തടവുന്നതും എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ പേടിക്കേണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യില്ലല്ലോ. ഇതിന് ജീവനില്ലല്ലോ. ജീവനുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ പോത്തുകളെ എല്ലാം കണ്ട് തൊഴുത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞ്, ഇതിൻ്റെ അകത്ത് കുഞ്ഞ് കരയുന്ന സൗണ്ട് അടക്കം വെച്ചിട്ടുണ്ട്. ഇവരുടെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് കാളകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീടിൽ നിന്ന് ഞാൻ പുറത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരിവിടെ പണ്ടത്തെ കാലത്തെ രീതികളാണ്. അങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുമ്പോൾ കടയാണ്. പിള്ളേർ മേളിൽ നിന്ന് ടാറ്റ കൊടുക്കുന്ന ആൾക്ക് ടാറ്റയൊക്കെ കൊടുത്തു. കടയിൽ ചേട്ടൻ എന്തോ തൂക്കി കൊടുക്കുന്നു, ചേച്ചി വാങ്ങാൻ നിൽക്കുന്നു സാധനങ്ങളെല്ലാം. അപ്പോൾ ഈ റോട്ടിൽ വരുവാണെങ്കിൽ നിങ്ങളും ഒന്ന്